മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 6 ആയി. വൈകുണ്ഠ ഏകാദശി ദർശന കൂപ്പൺ വിതരണത്തിനിടെയാണ് അപകടമുണ്ടായത്. കൂപ്പൺ വിതരണ കൗണ്ടറിന് മുന്നിലേക്ക് ആളുകൾ തള്ളിക്കയറുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകുണ്ഠ ദ്വാര ദർശനത്തിന്റെ ടോക്കൺ വിതരണ കൗണ്ടറിന് മുമ്പിലാണ് തിക്കും തിരക്കുമുണ്ടായത്. മരിച്ചവരിൽ 3 പേർ സ്ത്രീകളാണ്. ഒരാൾ തമിഴ്നാട് സേലം സ്വദേശിനി മല്ലികയാണെന്ന് തിരിച്ചറിഞ്ഞു. 4 പേർ റൂയ ആശുപത്രിയിലും 2 പേർ സ്വിംസ് ആശുപത്രിയിലും വെച്ചാണ് മരിച്ചത്. നാളെയാണ് വൈകുണ്ഠ ഏകാദശി. ടോക്കൺ വിതരണം ചെയ്യേണ്ടിയിരുന്നത് ഇന്ന് രാവിലെ 5 മണിക്കാണ്. ഇന്നലെ രാവിലെ മുതൽ ക്യൂ ഉണ്ടായി. തിരുമല മുകൾ ഭാഗത്താണ് ടോക്കൺ കൊടുക്കുന്നത്. ഇത്തവണ ആദ്യമായി താഴെ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തുകയായിരുന്നു. അപകടത്തിൽ പ്രധാനമന്ത്രി ദുഃഖം രേഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. ഏകദേശം 9 മണിയോടെയാണ് ദുരന്തമുണ്ടാകുന്നത്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമായതുകൊണ്ട് തന്നെ വൻ ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നു. 9 കൗണ്ടറുകളാണ് ക്ഷേത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. പല ക്യൂകളിലും 5000-ലധികം പേർ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ഇതേ തിരക്കായിരുന്നു. ടിക്കറ്റ് എടുത്ത് കൂപ്പൺ കിട്ടിയാൽ മാത്രമേ ദർശനം സാധ്യമാകൂ എന്നതിനാൽ തിരക്ക് കൂടുതലായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.